ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ടോണി. ഞാനൊരു കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ, പക്ഷേ വലിയ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒന്നും ഇല്ലാതെ അതുകൊണ്ട് തന്നെ നടത്തി കൂട്ടിയിരുന്നു. പിന്നെ ഞാൻ തുടങ്ങിയാണ്. നിങ്ങളെല്ലാം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടുഡേ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാടൻ പോർക്ക് വരട്ടിയത്. അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എല്ലാം കഴുകി റെഡിയാക്കി വെച്ചേക്കുകയാണ്. നാടൻ പോർക്കാണിത്, നാടൻ പോർക്ക്. അതിൻ്റെ ഇറച്ചി മാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നെയ്യ് വേറെ ഉണ്ട്, നെയ്യ് നമുക്ക് ഉരുക്കിയെടുക്കേണ്ടതാണ്. നെയ്യ് വേറെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ആൻഡ് കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ്. ഉള്ളി എടുത്തിരിക്കുന്നത് ഒരു കിലോ പോർക്ക് ആയതുകൊണ്ട് തന്നെ ഒരു 12-14 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 20ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി ആൻഡ് കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിന് വേണ്ട മസാലകളാണ്. മസാലകൾ വേണ്ടത് മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവ് കുറവായിരിക്കും, അതുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത്. അതൊരു 2 ടീസ്പൂൺ. പിന്നെ കുരുമുളക് പൊടി, അത് എരിവ് അനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂണാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗരം മസാലയാണ്, അതൊരു 2 ടീസ്പൂൺ. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ട ഒരു മെയിൻ ഐറ്റമാണ് തേങ്ങാക്കൊത്ത്, സ്ലൈസ്ഡ് കൊക്കനട്ടാണ്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുക്കിങ്ങിലേക്ക് എടുക്കുകയാണ്. നെയ്യ് മാറ്റി വെച്ചിരുന്ന നെയ്യ് അതെടുത്ത് നമ്മൾ ചീനിച്ചട്ടിയിലിട്ട് ഒന്ന് ഫ്രൈ ആക്കിയാണ്. ആ നെയ്യെല്ലാം ഉരുകി ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ പെട്ടെന്ന് റെഡിയാക്കാനുള്ള ഒരു വലിയ സമയം എടുക്കാതെ ചെയ്യാൻ വേണ്ടിയാണ് കുക്കർ തന്നെ ആക്കിയിരിക്കുന്നത്. കുക്കറിൽ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റുമാണ്. കുക്കർ ചൂടായി വരുമ്പോഴേക്ക് അതിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം എനിക്ക് ഇതിനകത്ത് ഓയിൽ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായി വരുന്നതനുസരിച്ച് നമ്മൾ കടുക് അവിടെ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്ത് നരിഞ്ഞ് വെക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് അതിൽ കിടന്ന് ഫ്രൈ ആകും. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഉപയോഗിക്കുന്ന സവാള അറിയാവുന്ന ഇതിനോടൊപ്പം തന്നെ നമ്മൾ സ്ലൈസ് കുക്കറിൽ വെക്കുന്നു. അതുകൂടെ ആദ്യം കൊടുക്കുന്നു. ആ തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ആവും. ആ എണ്ണ ഇതിന് വേണ്ടിയാണ് ഇങ്ങനെ വേണ്ടി തേങ്ങാക്കൊത്ത് നമ്മളെ ഒരു നല്ല ടേസ്റ്റ് ചെയ്യും. നമ്മുടെ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഉള്ളിയും കൂടെ അതിൻ്റെ ആഡ് ചെയ്യും. കറിവേപ്പിലയും ഉള്ളിയും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് വണ്ട് കിട്ടാനായിട്ട് നല്ലതായിരിക്കും ആഡ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ നെയ്യ് ഉരുക്കാനായിട്ട് വെച്ചിരുന്നു. അത് ഉരുക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് ഏതാണ്ട് ഉരുകി വരുന്നുണ്ട്. അപ്പോൾ ഈ സവാള ഇനി നമുക്കൊന്ന് നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം വേണം അതിലേക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യാം. നമ്മുടെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ നെയ്യ് ഉരുകിക്കൊണ്ടിരിക്കുന്നു. ഈ സവാള അരിയുമ്പോൾ പലർക്കും സവാള അല്ലെങ്കിൽ ഉള്ളി അരിയുമ്പോൾ പലർക്കും കണ്ണിൽ നിന്ന് വെള്ളം വരിക അങ്ങനെയുള്ള പ്രശ്നമുണ്ടാകുന്ന അതിനൊരു ചെറിയ ടിപ്പ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര എഫക്റ്റീവാണ്. എനിക്ക് ബാക്കിയുള്ളവരെ അറിയത്തില്ല, അതിൻ്റെ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അത് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. നമ്മൾ അരിയുന്ന കത്തിയുടെ അറ്റത്ത് ഉള്ളിയാണെങ്കിൽ ഉള്ളി, സവാള അതിൻ്റെ ഒരു പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം അരിയുക. കണ്ണുനീരോ കണ്ണുനീറുകയോ ഒന്നും ഉണ്ടാകുന്നില്ല. ഉള്ളി അറ്റത്ത് വെക്കും. ഓക്കെ, നമ്മുടെ സവാള നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇത് മതി. ഒത്തിരി ഓവർ ഫ്രൈ ആക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ഒരു സുഖമുണ്ടാകില്ല. അപ്പം ഈ ഒരു ഭാഗം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഏതാണ്ട് നെയ്യ് ഒഴുകി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ മസാലകളിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നമ്മൾ ഇതിലേക്ക് തട്ടി കൊടുത്തിരിക്കുകയാണ്. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. പൊടിയുടെ മണം ഒന്ന് മാറണം. അതിന് ശേഷം നമുക്ക് പച്ചമണം, പൊടിയുടെ മണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന നെയ്യും അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി കഴുകി വെച്ചിരിക്കുന്ന നാടൻ പോർക്ക് അതിൻ്റെ ഇറച്ചിയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് അതിൽ യോജിച്ചിട്ടുണ്ട് എന്ന് യോജിച്ചിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി നമ്മുടെ ഇറച്ചി ആഡ് ചെയ്യുകയാണ്. ഇറച്ചി ആഡ് ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നന്നായിട്ട് തന്നെ കൂട്ടി യോജിപ്പിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ മാറ്റി വെച്ചിരുന്ന, അതായത് നെയ്യ് ഉരുകി വെച്ചിരുന്ന ആ നെയ്യും കൊണ്ട് കറി വെച്ചിരുന്ന അത് ഇറച്ചി നന്നായിട്ട് തന്നെ കൂട്ടി വെച്ചിരിക്കുക. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ മുപ്പത്തി നോക്കിയിട്ട് അതിനകത്ത് ഉപ്പാടി വെക്കുക. നമുക്ക് നന്നായിട്ട് കഴിക്കാം. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് കൊടുക്കുക. വെള്ളം ആവശ്യമുണ്ട്. കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ ഇറച്ചി കിടക്കുന്ന ആ ലെവൽ അതിലുള്ള വെള്ളം ആവശ്യമില്ല. ഈ ലെവലിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. അടച്ച് വെച്ച് നമ്മൾ കുക്കറിൽ ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഇറച്ചി ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് 2 പീസ് അടിച്ച് കഴിഞ്ഞാൽ ഈ ഇറച്ചി കൃത്യമായിട്ട്. പിന്നെ
നമ്മുടെ നാട്ടിലെ എന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിലല്ല, ഞാനിപ്പോൾ UK യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ഇറച്ചിക്ക് 2 വിസിലിൻ്റെ വേവേ ഉള്ളൂ. നാട്ടിലെ ഇറച്ചി, നാടൻ പോത്തിൻ്റെ ഇറച്ചി എന്ന് പറയുമ്പോൾ 5 to 7 വിസിലേക്ക് മേടിക്കേണ്ടി വരും. അപ്പോൾ ഇറച്ചിയുടെ ഡിപ്പെൻസ് ഓൺ ഇറച്ചിയുടെ അവസ്ഥ അപ്പോൾ നമുക്ക് കുറച്ച് വെച്ച് ഉപയോഗിക്കാം. നമ്മുടെ നാടൻ റോസ്റ്റ് ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ്. ഇത് കുറച്ച് ഒന്ന് തീ കോപ്പി ചെയ്ത് കഴിഞ്ഞ് ചൂടാറി കഴിയുമ്പോഴേക്കും നല്ല തിക്കാവുന്നതാണ്. അതിനുള്ള വെള്ളമുള്ളതിനകത്ത് അപ്പം ഗ്യാസ് വാങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു പൊടിക്കായി ഇച്ചിരി മുളക് പൊടി ഇടുക. ഇച്ചിരി കുരുമുളക് എരിവ് കുറവാണ്, ഞാൻ നോക്കിയിട്ടാണ് നിർത്തുന്നത്. ഇച്ചിരി ഓയിലൂടെ ഒഴിക്കുക. വെളിച്ചെണ്ണ ആണെങ്കിൽ അത് അത്യുത്തമം. ഇച്ചിരി ഓയിൽ ഒഴിക്കുക, എന്നിട്ട് നന്നാക്കി ഇറക്കി കൊടുക്കുക. നന്നായിട്ട് നടത്തി കൊടുക്കുക. നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇറച്ചി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കണ്ടുകൊണ്ട് അത് നമുക്ക് ചുവണ്ടുകളയോ ചപ്പാത്തി, പൊറോട്ട, പുട്ട് എന്തിൻ്റെ കൂടെ കഴിക്കാം. എന്തിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു സദൃശമായ വിഭവമാണ് നാടൻ. ഇത് ഒന്നുകൂടെ ഏറ്റവും നല്ല ഇതിനകത്ത് എല്ലാത്തിനൊക്കെ ഏറ്റവും നല്ല കപ്പയായിരിക്കും. കപ്പയുടെ കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു പണ്ട് ഞങ്ങളുടെയൊക്കെ അമ്മമാർ നാട്ടിൽ എൻ്റെ പപ്പ വന്നുള്ള ഓർമ്മയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കാട്ടുപന്നിനെ പിടിക്കുന്നു, കാട്ടുപന്നി അതുപോലെ നാടൻ പന്നി ഇതിനൊക്കെ പിടിക്കുന്നു, വീട്ടിൽ തന്നെ റെഡിയാക്കുന്നു, കപ്പ എടുക്കുന്നു, കപ്പ കാച്ചിൽ ഇതിലേക്ക് ഞങ്ങൾ കഴിച്ചു. നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അതും പറ്റിയില്ല, സാധനം കിട്ടുന്നു, നമ്മൾ നാടൻ പന്നി അല്ലെങ്കിൽ കാട്ടുപന്നി എന്ന് വിശ്വസിച്ച് നമ്മൾ കഴിക്കുന്നു. നമുക്ക് കപ്പയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, കമൻറ്റ് ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കമൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസിനും ലൈക്കിനും ഞാൻ കാത്തിരിക്കുന്നു. ഗുഡ് ബൈ.